ഇതോ ഗൈസ്, ഞങ്ങൾ പുറത്ത് പോകാന്ന് പറയുന്നത്, പുറത്ത് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു സാധനം മേടിച്ചു. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടതാണ്, കഴിക്കണം എന്ന് വിചാരിച്ചേ. ഈ ക്രീം ബൺ നല്ല നൈസ് സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത്. നിങ്ങൾ മറ്റേ സാധാ ക്രീം ബൺ പോലെയല്ല, ഓക്കെ. ക്രീമിന് തന്നെ കളർ തന്നെ വ്യത്യാസം കണ്ടോ, ഒരു ലൈറ്റ് യെല്ലോ കളറാണ്, നൈസായിട്ടുണ്ട്. ഈ കടയിൽ ഇതിന് മാത്രമായിട്ട് നിറയെ ആൾക്കാർ വരും, കാര്യം ഇത് കഴിക്കാൻ വേണ്ടി മാത്രം അവിടെ കുറേ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡ്, നമ്മുടെ കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ മീൻസ് ഉള്ളിൽ കൂടെ പോകുമ്പോഴത്തേക്കും സ്റ്റേഡിയം ലിങ്ക് റോഡ് ഉണ്ടല്ലോ, അവിടെ MS ബേക്കറി എന്നാണ് ബേക്കറിയുടെ പേര്. ഇത് അവർ ക്രീം ബൺ ഉണ്ടാക്കിയിട്ട് ബണ്ണെന്തോ ഫ്രൈ ചെയ്യും, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നതാണ്. പ്രത്യേകം ഞാൻ എവിടെ കണ്ടിട്ടില്ല അങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ള ക്രീം ബൺ. അപ്പോൾ ഭയങ്കര സോഫ്റ്റാണ്, നല്ല അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റിയിൽ ക്രീമൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. ഞാനൊന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചാണ് ഗൈസ്, പക്ഷേ ഉറങ്ങിപ്പോയി. പിന്നെ മാത്രമല്ല അങ്ങനെ ക്രീമൊന്നും പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അത്ര നല്ലതല്ലല്ലോ. ഇത് കാണുമ്പോഴത്തേക്കും അവള് എന്തായാലും ചോദിച്ചേനെ, പക്ഷെ ഇപ്പം നമുക്ക് കഴിക്കാം. അടിപൊളിയാണ്. ഇതിങ്ങനെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കിട്ടേ കണ്ടോ, ഇപ്പത്തെ സൈഡിൽ കൂടെ ക്രീം ഇങ്ങനെ പുറത്തേക്ക് വരും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ക്രീമുണ്ട്. നമ്മുടെ സാധാരണ ക്രീമിൻ്റെ ടേസ്റ്റ് അല്ല, ക്രീമിൻ്റെ ഒരു വേറൊരു പ്രത്യേക ഇത് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, ബണ്ണ് അത്യാവശ്യം ഫ്രൈഡാണ്, ഓയിലൊക്കെ ഉണ്ട് കേട്ടോ, ഓയിലുണ്ട്. അവർ മണ്ണ് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അടിപൊളിയാണ്. 20 രൂപയുള്ളൂ. ഒരു കുഞ്ഞ് അത്യാവശ്യം ചെറിയൊരു ക്രീം ബൺ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യണം. അടിപൊളിയാണ്. നല്ല എന്താ പറയുക, മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ബേക്കറിയുടെ പേര് മറക്കണ്ട, MS ബേക്കറി.